أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون. يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون. وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون. إذ تستغيثون ربكم فاستجاب لكم أني ممدكم ب1000 من الملائكة مردفين. وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ 137ാമത്തെ സെഷനിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 8ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻഫാൽ, സൂറത്തുൽ അൻഫാലിൻ്റെ പഠനമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റയെ തുടർന്ന് 2ാം വർഷം നടന്ന ഹിജ്റ 2ാം വർഷത്തിൽ നടന്ന ബദർ യുദ്ധം, ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ യുദ്ധം, ആദ്യത്തെ പോരാട്ടം. ഈ ബദർ യുദ്ധത്തിനെ തുടർന്നുള്ള നാളുകളിൽ ഒരൊറ്റ സന്ദർഭത്തിലായി അവതരിച്ച 75 ആയത്തുകൾ അടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ അൻഫാൽ. വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിലുള്ള വലിയ സൂറത്തുകളുടെ കൂട്ടത്തിലെ ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ അൻഫാൽ. സൂറത്തുൽ ബഖറയിൽ 286 ആയത്തുകളുണ്ട്. തുടർന്നുള്ള സൂറത്തുകളിൽ അതുപോലെ 200ൻ്റെ കുറച്ച് മുകളിലും 200 ഒക്കെ ആയിട്ടുള്ള ആയത്തുകളുടെ എണ്ണം നമ്മൾ കാണുകയുണ്ടായി. ആ നിരയിൽ താരതമ്യേന വലിപ്പം കുറഞ്ഞ, എന്നാൽ മദീനയിലെ പ്രത്യേകമായ പശ്ചാത്തലത്തിലെ പല വ്യവഹാരങ്ങളും ചർച്ചയ്ക്ക് വരുന്ന ഒരു സുപ്രധാനമായ സൂറത്താണ് സൂറത്തുൽ അൻഫാൽ. ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്മയകരമായ, തുല്യതയില്ലാത്ത ഒരു യുദ്ധ വിശകലനം. ഏത് യുദ്ധം നടന്നു കഴിഞ്ഞാലും സാധാരണഗതിയിൽ അതിൽ പങ്കാളികളായ ആളുകൾ യുദ്ധാനന്തരം ആ യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ചും അതിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ചും വിജയകാരണങ്ങളെക്കുറിച്ചും പരാജയ കാരണങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിലയിരുത്തലുകൾ നടത്താറുണ്ട്. പക്ഷെ ലോകത്തിന് പരിചയമില്ലാത്ത ഒരു സ്വഭാവത്തിലുള്ള യുദ്ധവിശകലനം നിർവഹിക്കുന്ന, ഒരുപക്ഷെ ലോകത്ത് മനുഷ്യന് പരിചയമുള്ള ഒരു സാഹിത്യത്തിലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള അതിവിസ്മയകരമായ യുദ്ധാനന്തര വിലയിരുത്തലുകൾ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ അൻഫാൽ. ഇതിൻ്റെ ആയത്തുകളെ
വിലയിരുത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരൊറ്റ സന്ദർഭത്തിൽ ഒന്നിച്ച് അവതരിച്ച ഒരു സൂറത്താവാനാണ് സാധ്യത എന്നാണ്. നമുക്കറിയാം, ഒറ്റ സന്ദർഭത്തിലായിട്ട് ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് ഒരുമിച്ച് അവതരിച്ച സൂറത്തുൽ ഫാത്തിഹയാണ്. അതേപോലെ ഒറ്റ സന്ദർഭത്തിൽ മുഴുവനായിട്ട് അവതരിച്ച, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ സിംഗിൾ സ്ട്രെച്ച് എന്ന് പറയാം, ആ ഒരൊറ്റ സന്ദർഭത്തിലായിട്ട് മുഴുവനായിട്ട് അവതരിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ അൻഫാൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ ചില ആയത്തുകൾ അതിൻ്റെ മുമ്പോ എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തിൻ്റെ മുമ്പോ, ചിലതൊക്കെ അതിന് ശേഷമോ ഒക്കെ വീണ്ടും അവതരിക്കുകയോ അല്ലെങ്കിൽ അവതരിച്ചത് ഇതിൻ്റെ ഭാഗമാക്കി ചേർക്കാൻ, അതിൻ്റെ ഭാഗമായി അതിനെ ക്രോഡീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം കൊടുത്തതോ ഉണ്ടാകാം, അല്ലാഹു അലം. പക്ഷേ അതിൻ്റെ ആശയം വിലയിരുത്തി പരിശോധിച്ചൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ല. ഒറ്റയടിക്ക് ഇറങ്ങിയ സൂറത്താണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ സൂറത്തിൻ്റെ പേര് ഞാനിവിടെ സൂചിപ്പിച്ച പോലെ അൻഫാൽ എന്നാണ്. അൻഫാൽ എന്ന് പറഞ്ഞാൽ നഫിൽ എന്ന വാക്കിൻ്റെ ബഹുവചനാണ്. മിച്ചമായുള്ളത്, അധികമായുള്ളത് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇതെന്നാണ് നമ്മൾ നമസ്കാരത്തിലെ നിർബന്ധമായി നമ്മൾ അനുഷ്ഠിക്കേണ്ട നമസ്കാരങ്ങൾക്ക് പുറമെ അനുഷ്ഠിക്കുന്നതിന് പൊതുവായി നമ്മൾ പറയാറുള്ള പേര് നാഫില എന്നാണ്. നാഫിലത്തായ നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾക്കുള്ള ഒരു പേരതാണ്. ഈ വാക്കൊക്കെ വരുന്നത് ഈ റൂട്ടിൽ നിന്ന് തന്നെയാണ്. നഫൽ എന്ന് പറഞ്ഞാൽ അധികരിച്ചുള്ളത്, അല്ലെങ്കിൽ നമുക്കുള്ളതിൻ്റെ, നമുക്ക് അർഹതപ്പെട്ടതിന് പുറമേ ഉള്ളത് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ റൂട്ട് മീനിങ്. ഇവിടെ അത് ഉപയോഗിക്കുന്നത് യുദ്ധാർജിത മുതലുകൾ എന്ന അർത്ഥത്തിലാണ്. യുദ്ധത്തിൽ ശത്രുക്കളുമായുള്ള പോരാട്ടം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഘം തോൽക്കുമ്പോഴാണ് യുദ്ധം അവസാനിക്കുക. അങ്ങനെ വരുമ്പോൾ തോറ്റ വിഭാഗം യുദ്ധക്കളത്തിലും പരിസരത്തുമൊക്കെ ആയിട്ട് ഒരുപാട് സ്വത്തുക്കൾ വിട്ടേച്ച് അതൊക്കെ ഇട്ടെറിഞ്ഞാണ് പോവുക. ഈ മുതലുകൾ അതിൽ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങളുണ്ടാകാം, ഭക്ഷ്യവിഭവങ്ങളുണ്ടാകാം, വിലപിടിപ്പുള്ള സ്വർണം, വെള്ളി പോലെയുള്ള നിധിശേഖരങ്ങളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ. ഇതൊക്കെ പിന്നീട് ജയിച്ച വിഭാഗം ഏറ്റെടുക്കുകയാണ് ചെയ്യുക. സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഇതാണ് യുദ്ധാർജിത മുതലുകൾ. യുദ്ധത്തിലൂടെ പിടിച്ചെടുത്തിട്ടുള്ള, ശത്രുപക്ഷത്തുള്ള ആളുകളുടെ അടുത്തുനിന്ന് പിടിച്ചെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ശത്രുപക്ഷത്തെ ആളുകൾ ഉപേക്ഷിച്ചു പോയിട്ടുള്ള മുതലുകൾ. ഈ കാര്യത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഈ ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് വരെ ലോകത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രീതിയുണ്ട്, എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള. ആ രീതി മനസ്സിലുള്ള ഒരു സമൂഹം തന്നെയാണ് ഈ ബദർ യുദ്ധത്തിലേക്ക് പോകുന്നതും. കാരണം മറിച്ചുള്ള പാഠങ്ങളൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ ചെറിയ വിധത്തിലുള്ള സങ്കീർണതകൾ രൂപപ്പെടുത്തിയപ്പോഴാണ്, ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് അള്ളാഹു ഇസ്ലാമിക സമൂഹത്തെ ചിട്ടപ്പെടുത്തുന്നതിനും അവരെ ശരിയായ ധാർമ്മിക അടിത്തറകളിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനൊക്കെ വേണ്ടി അവർക്കുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നിലക്ക് പറഞ്ഞാൽ ഈ സൂറത്തിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അൻഫാൽ തന്നെ ആകാം, യുദ്ധാർജിത മുതലുകൾ സംബന്ധമായ നിർദ്ദേശങ്ങൾ തന്നെ ആകാം. അത് ആ നിലക്ക് കാണും. പക്ഷെ അത് മാത്രമല്ല, അത് തുടക്കത്തിൽ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ആ വാക്ക് വരുന്നുണ്ട്. യുദ്ധാർജിത മുതലുകളെക്കുറിച്ച് 2 ഘട്ടങ്ങളിലായിട്ട് ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ ആണെങ്കിൽ പോലും ഈ തലക്കെട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അൻഫാൽ എന്ന വാക്ക്, ഈ സൂറത്തിൻ്റെ പേരായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അൻഫാൽ എന്ന വാക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഈ സൂറത്തിലുള്ളത്. നടന്നു കഴിഞ്ഞ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജയവും തോൽവിയും ഒക്കെ നിർണയിക്കപ്പെട്ട ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധത്തിൻ്റെ അതിനെ തുടർന്നുള്ള ആ അവസ്ഥയിൽ ഇസ്ലാമിക സമൂഹത്തിന് അത്യന്തം ആവശ്യമായിരുന്ന ചില കാര്യങ്ങൾ, ചില ധാർമ്മികമായ അടിത്തറകൾ അള്ളാഹു പഠിപ്പിക്കുന്ന അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ്
സൂറത്തുൽ അൻഫാൽ. അതിൽ യുദ്ധമുതലുകളും വിഷയമായിട്ട് വരുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അതല്ലാത്ത കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞതിന് ശേഷം ആ യുദ്ധത്തിൻ്റെ വരും വരായികകളെക്കുറിച്ച്, അതിൽ പാലിക്കപ്പെടേണ്ടിയിരുന്ന മര്യാദകളെക്കുറിച്ച്, പാലിക്കപ്പെടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച്, അതിനെ തുടർന്ന് യുദ്ധത്തിൽ പങ്കാളികളായ ആളുകൾ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് ഒക്കെ ഇത്രയും ശ്രദ്ധേയമായ, ഇത്രയും വ്യക്തതയോടുകൂടിയുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്ന ഒരു സംഭവം നമുക്ക് വേറൊരു ഡോക്യുമെൻറ്റിലും കാണാൻ സാധ്യമല്ല. യുദ്ധത്തിൽ നമ്മളാണ് വിജയിച്ചെങ്കിൽ പിന്നെ നമ്മൾ ആഘോഷത്തിമർപ്പിലാണ്. പിന്നെ നമ്മളുടെ അഹങ്കാരത്തിനും നമ്മളുടെ മാനസികമായ ഉല്ലാസത്തിനൊന്നും ഒരു അതിരും പരിധിയൊന്നും ഉണ്ടാവില്ല. അത് നമ്മളുടെ പ്രതിയോഗികളോട്, അവരിലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായവരോട് പോലും കാണിക്കുന്ന നമ്മളുടെ അമിതമായ ആവേശത്തിലുള്ള പല വികാരപ്രകടനങ്ങളുടെയൊക്കെ രംഗമായിട്ട് മാറുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇസ്ലാമിക സമൂഹത്തെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരുന്നത് എത്ര ശ്രദ്ധയോടുകൂടി, ഏത് ദിശയിൽ, ഏത് വിധത്തിൽ മൗൾഡ് ചെയ്തുകൊണ്ടാണ് എന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം ധാരാളം മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സൂറത്തിലെ നമ്മൾ വായിച്ചു വെച്ച ആയത്തുകൾ വിശദീകരിക്കാം. അതിൻ്റെ മുമ്പ് ഒരു വളരെ കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് ഈ സൂറത്ത് അവതരിച്ച ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ഏറ്റെടുത്ത് 13 വർഷം പിന്നിട്ടതിന് ശേഷമാണ് മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നത്. മക്കയിൽ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ആളുകളോട് പറയാവുന്ന വിധത്തിലൊക്കെ കാര്യങ്ങൾ പറയുകയും അവരുടെ ശത്രുത അങ്ങനെ വർദ്ധിച്ചു വരികയും ഒക്കെ ചെയ്യുകയാണ് അതിൻ്റെ ഫലമായിട്ടുണ്ടായത്. ഈ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തുടരുക എന്നത് അങ്ങേയറ്റം പ്രയാസകരമായി അനുഭവപ്പെട്ട ഒരു ഘട്ടത്തിൽ, ഏകദേശം നുബൂവത്ത് ലഭിച്ച് 12 വർഷങ്ങൾ പിന്നിടുന്ന ആ ഘട്ടത്തിലാണ് മദീനയിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ അന്നത്തെ പേര് യസ്രിബ് എന്നാണ്, യസ്രിബിൽ നിന്ന് ഒരു 75 പേരടങ്ങിയ ഒരു സംഘം മക്കയിൽ വന്ന് അതീവ രഹസ്യമായി രാത്രി നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. അഖബ ഉടമ്പടി എന്നാണ് ഇതറിയപ്പെടുന്നത്. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് അത് വരാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ ദൂതനായി അംഗീകരിക്കുകയും ആ അള്ളാഹുവിൻ്റെ ദൂതനെ പിൻപറ്റാമെന്ന്, എല്ലാ കാര്യത്തിലും അദ്ദേഹത്തെ അനുസരിക്കാമെന്ന് കരാർ ചെയ്യുകയും അതോടൊപ്പം തന്നെ മക്കയിൽ ജീവിതം ദുരിതമായി മാറിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൂതനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ഞങ്ങൾ മദീനയിലേക്ക് സ്വാഗതം ചെയ്യാം, ഞങ്ങളെ എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് അവിടെ സംരക്ഷണം തീർക്കാം, ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഏത് വിധത്തിൽ നമ്മൾ സംരക്ഷണം നൽകുന്നുവോ അതിനേക്കാൾ മെച്ചപ്പെട്ട സംരക്ഷണം അള്ളാഹുവിൻ്റെ ദൂതനും അനുയായികൾക്കും നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അവരൊരു കരാർ ചെയ്യണം, ഉടമ്പടി ചെയ്യണം. അങ്ങനെ 2 തവണയായിട്ടാണ് ഈ സംഘം വന്നിട്ടുണ്ടായിരുന്നത്. 2ാമത്തെ തവണ വന്നപ്പോൾ അവർ വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഓഫർ നൽകുകയും അവരുടെ സംരക്ഷണത്തിൽ മദീനയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം മദീനയായി സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകാം എന്ന ഒരു സമ്മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയും ചെയ്യാണ്. ഇത് ഹിജ്റക്ക് മുമ്പ് ഏകദേശം ഒരു വർഷം മുമ്പാണ് ഈ ഉടമ്പടി നടക്കുന്നത്. ഇതിൻ്റെ പൂർത്തീകരണം എന്ന നിലക്ക് പ്രാവർത്തികമാക്കുന്ന വിധത്തിലാണ് കുറേശ്ശെയായിട്ട്
മക്കയിൽ നിന്ന് സത്യവിശ്വാസികൾ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനുമായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജ്റ നിർവഹിക്കുന്നതോട് കൂടിയാണ്. അപ്പോൾ ഈ മദീനയിലെ ഒരു അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ജോഗ്രഫിക്കലായ ഒരു പ്രത്യേകത മദീനക്കുണ്ട്. മദീന നിലകൊള്ളുന്നത് യമനിൽ നിന്ന് സിറിയയിലേക്ക് അറബികൾ കച്ചവട ആവശ്യത്തിന് വേണ്ടി യാത്ര നടത്തുന്ന ആ ട്രേഡ് റൂട്ടിൻ്റെ മധ്യത്തിലാണ് മദീന എന്ന യസ്രിബ് എന്ന പ്രദേശമുള്ളത്. അപ്പോൾ കച്ചവട ആവശ്യത്തിന് യമനിൽ നിന്ന് പുറപ്പെട്ട് മക്ക ഒക്കാരൊക്കെ ആയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുന്ന് ആ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ടിട്ട് സിറിയയിലേക്ക് ഷാം പ്രദേശത്തേക്ക് ചരക്കുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ വേണ്ടി യാത്ര നടത്തുന്ന ആ റൂട്ടിലാണ് മദീനയുള്ളത്. മദീനയിലെ ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാം, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ അത് വെറും ഒരു പ്രവാചകന് സംരക്ഷണം നൽകുക എന്ന ഒരു സംഗതിയിൽ പരിമിതമാകുന്നില്ല. അന്നത്തെ അറേബ്യയിലെ സാമ്പത്തിക രാഷ്ട്രീയ അതുപോലെ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ ചലനമുണ്ടാക്കുന്ന ഒരു നടപടിയാണത്. കാരണം മക്കയിലെ ആളുകൾ മക്കയിൽ തന്നെ മുസ്ലിമീങ്ങളെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മുഹമ്മദും കൂട്ടരും ഉണ്ടാക്കുന്ന ശല്യം ചില്ലറയല്ല. ഞങ്ങളിവിടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനൊക്കെ ആകെ തകിടം മറിച്ച് കുടുംബ ബന്ധങ്ങളൊക്കെ തകർത്ത് ഇവിടെ വലിയ സാമൂഹ്യ പ്രശ്നമുണ്ടാക്കിയ ഒരവസ്ഥ. അങ്ങനെയാണ് അവർ നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും സംഘവും മദീനയിലേക്ക് ഹിജ്റ പോവുക എന്ന് കൂടി വന്നാലോ സ്വാഭാവികമായിട്ടും മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും സംരക്ഷണം ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി മുതിരുമ്പോൾ അവിടെ വരുന്നത് മദീനയും പരിസരവും ആ പരിസരങ്ങളിലുള്ള ഗോത്രങ്ങളും ആളുകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാധീനത്തിൻ്റെ കീഴിൽ വരുന്ന ആളുകളായി മാറും. എന്ന് പറഞ്ഞാൽ മക്കയിലെ വണിക്കുകൾ, മക്കയിൽ നിന്നുള്ള ഷാം പ്രദേശത്തേക്ക് സിറിയ ഭാഗത്തേക്ക് കച്ചവടത്തിന് പോകുന്ന ആളുകൾ, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രേഡ് റൂട്ട്, കച്ചവട യാത്ര മാർഗം ഇനി അങ്ങോട്ട് അത്ര സുരക്ഷിതമായിക്കൊള്ളുന്നില്ല. കാരണം ആ പ്രദേശങ്ങളൊക്കെ ആരുടെ സ്വാധീനത്തിലാണ് വരാൻ പോണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെയും സ്വാധീനത്തിലാണ് വരാൻ പോണത്. ഇത് വലിയ അപകടമാകും. ഇതാണ് അവർ അതിൽ കാണുന്ന വിഷയം. മക്കയിൽ തന്നെ സ്വസ്ഥത ഇല്ലാണ്ടാക്കിയവർ അപ്പോൾ മദീനയിലേക്ക് പോവുക എന്നുള്ളത് ശല്യം ഒഴിവായി കിട്ടുക എന്ന നിലക്ക് പോലും അവർക്ക് കാണാൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയന്ത്രണത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് മക്കയിലെ ഖുറൈശി നേതാക്കന്മാരും അവിടുത്തെ പ്രമുഖരൊക്കെ വലിയ ഗൂഢാലോചന നടത്തിയിട്ട് നബിയെ കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനുവേണ്ടി അവർ എല്ലാ ഗോത്രങ്ങളും തമ്മിലൊരു കരാർ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ബനു ഹാഷിമുകാരെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് മുഹമ്മദ് നബിയെ ഒരു ചതിയിലൂടെ കൊന്നുകളയാം എന്ന നിലക്ക് അതിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ വലിയ സഹായത്തോടു കൂടി ഏറ്റവും വലിയ നയപരതയും അതുപോലെ തന്ത്രവും ഒക്കെ പ്രയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്ത ശിഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ നിർവഹിക്കുന്നത്. അത് സംഭവിച്ചു പോയത് മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അടിയാണ്, ഭയങ്കര ക്ഷീണമാണ്, പിടുത്തം വിട്ടുപോയി. ഇനി നമ്മളുടെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയി, ഇനി നമുക്ക് കൺട്രോൾ ചെയ്യൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പിന്നെ അവരുടെ നിലപാട്, അവർ നബിയെ പിടികൂടാനും നശിപ്പിച്ച് കളയാനും ഒക്കെ ഉള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി വഴിയിലൊക്കെ. അതിനുശേഷം മദീനക്കാരെ വശത്താക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു. മദീനയിലുണ്ടായിരുന്ന പിൽക്കാലത്ത് കപടവിശ്വാസികളുടെ നേതാവായിട്ട് അറിയപ്പെട്ടിരുന്ന അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ എന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നു.
നബി ഹിജ്റ ചെയ്തു വരുന്ന ആ ഘട്ടത്തിൽ മദീനയിലെ പ്രബലമായൊരു ഗോത്രത്തിൻ്റെ നേതാവായ അദ്ദേഹത്തെ മദീനയുടെ രാജാവായി പ്രഖ്യാപിക്കാനൊക്കെ ഇരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് നബി ഹിജ്റ ചെയ്ത് അങ്ങോട്ടെത്തുന്നത്. അപ്പോൾ ഈ കക്ഷി ഇദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരെയും അവിടുന്ന് ആട്ടി ഓടിക്കാനും അവരെ ശല്യം ചെയ്ത് അവിടെ ദ്രോഹിച്ച് അവിടെ നിക്കക്കള്ളി ഇല്ലാണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഒരുപാട് നടത്തി നോക്കി. പക്ഷെ അതൊന്നും വേണ്ട വിധത്തിൽ വിജയിച്ചില്ല. വലിയ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി തരുന്ന ചില കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെന്താണ്? നബി മദീനയിൽ എത്തിയ ഉടനെ തന്നെ മദീനക്കാരുമായി, മദീനയിലെ എല്ലാവരും മുസ്ലിങ്ങളല്ല, ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽപ്പെട്ട കുറേ പേര് ഇസ്ലാമിലേക്ക് വന്നു. അവരാണ് നബിയെ സ്വാഗതം ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. മദീനയിൽ എത്തിയതോടുകൂടി നബി അവിടെ എല്ലാവരുടെയും നേതാവും എല്ലാവരുടെയും ഭരണാധികാരിയും ഒക്കെയായി മാറുകയാണ്. എല്ലാ ഗോത്രങ്ങളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിലെത്തി. യഹൂദ ഗോത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗോത്രങ്ങളുമായിട്ട് കരാറിലായി. മാത്രമല്ല, മദീനയിൽ നിന്ന് ചെങ്കടൽ തീരത്തുകൂടി ഷാമിലേക്ക്, സിറിയയിലേക്കുള്ള കച്ചവട യാത്രയുടെ റൂട്ടിലുള്ള ഒരുപാട് അപരിഷ്കൃത അറബ് ഗോത്രങ്ങളുണ്ട്. അവർ മരുഭൂവാസികളായ ആളുകളാണ്, വിദ്യാഭ്യാസമോ സംസ്കാരമോ ഒക്കെ കുറഞ്ഞ ആളുകളാണ്. ഈ ഗോത്രങ്ങളുമായിട്ടൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ വിധത്തിലുള്ള കരാറുകളായി. ഈ കരാർ ഒന്നുകിൽ അവർ നബിയോടൊപ്പം മദീനയുടെ സംരക്ഷകരായിട്ടുണ്ടാകും എന്ന നിലക്ക് കരാറ് ചെയ്തു, അല്ലെങ്കിൽ അവർ ശത്രുക്കളെ സഹായിക്കില്ല എന്നുള്ള വിധത്തിൽ ന്യൂട്രാലിറ്റിയുടെ ഒരു കരാറ് ചെയ്തു. നബിയോടൊപ്പം ചേർന്ന് മദീനയുടെ സംരക്ഷകരാകാം എന്ന ഒരു കരാറ് ചെയ്തവരുണ്ട്. അതുപോലെ അങ്ങനെ സന്നദ്ധരല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ അവർ മദീനയിലെ ആളുകളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സമൂഹത്തിൻ്റെയും ശത്രുക്കളോടൊപ്പം നിൽക്കൂല, അവരെ സഹായിക്കൂല എന്നുള്ള ഒരു നിലപാടെടുക്കുന്നവർ, ആ വിധത്തിലുള്ള ഒരു കരാറും ആയി ചിലരോടൊക്കെ. അപ്പോൾ ഉണ്ടായത്, മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വർഷാവർഷങ്ങളിൽ സിറിയയിലേക്ക് യാത്ര നടത്തിയിരുന്ന കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇതിനു വേണ്ടി പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്ന വഴിയിൽ ഉണ്ടായിരുന്ന, ഇന്നത്തെ പോലെയുള്ള ഈ ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളൊന്നും ലോകത്ത് എവിടെയില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. കച്ചവട സംഘങ്ങൾ ചരക്കുകളുമായിട്ട് ഒരു വാണിജ്യ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ ആസ്ഥാനത്ത് എത്തുന്നത് വരെ അത് സുരക്ഷിതമല്ലാത്ത, അരക്ഷിതാവസ്ഥയുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് കച്ചവട ചരക്കുകളുമായി വരുന്ന സംഘങ്ങളുടെ സുരക്ഷയ്ക്കുള്ള ക്രമീകരണവും ഈ കച്ചവടക്കാർ തന്നെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാലമാണത്. അതുകൊണ്ട് കച്ചവടത്തിന് പോകുന്ന ആളുകൾ അവരുടെ സംഗതികളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 40-50 ആളുകളൊക്കെ കൂടെ സംരക്ഷകരായിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി വരെ ഉണ്ടായിരുന്നു. പല ഗോത്രങ്ങളും, ഈ വഴിയിലുള്ള ട്രേഡ് റൂട്ടിലുള്ള പല ഗോത്രങ്ങളും ജീവിച്ചിരുന്നത് തന്നെ ഈ കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു പ്രമുഖനായ സഹാബി അബൂദറുൽ ഖിഫാരി. ഖിഫാർ ഗോത്രം അതിൽ വളരെ കുപ്രസിദ്ധി ഉണ്ടായിരുന്ന ഒരു ഗോത്രമായിരുന്നു. ഇത് ഇസ്ലാമിൻ്റെ മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷാമിലേക്കുള്ള, സിറിയയിലേക്കുള്ള യാത്രാമാർഗം, കച്ചവട മാർഗം വളരെ ഇനി അങ്ങോട്ട് പ്രശ്നസങ്കീർണമായ ഒരവസ്ഥയായി. ഈ പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ കഴിഞ്ഞ ഉടനെയുള്ള ഒരു അവസ്ഥ. അപ്പോഴാണ് മദീനയിൽ നിന്നൊരാൾ അവരുടെ പഴയ രീതിയിൽ മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്ത് പോകാൻ വേണ്ടി എത്തിയത്. മദീനക്കാരുടെ പിന്തുണയോടുകൂടിയാണല്ലോ നബിക്ക് ഹിജ്റ ചെയ്യാൻ പറ്റിയതും അവർ അവിടെ മദീനയിൽ താമസം തുടങ്ങിയതൊക്കെ. അതുകൊണ്ട് മക്കയിൽ ഉംറക്കെത്തിയ ഈ ഇയാളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അബൂജഹൽ, മക്കയിലെ നേതാവ് അബൂജഹൽ, ഈ ഉംറ ചെയ്യാൻ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങളാണ് മുഹമ്മദിന് എല്ലാ പിന്തുണയും കൊടുത്തത്,
അത് ഞങ്ങൾക്ക് വലിയ പ്രയാസമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾ ഇനി മേലിൽ നിങ്ങളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ ഉള്ള നിലക്ക് സംസാരിച്ചു. ഇത് ജാഹിലിയ കാലത്തെ ആളുകളുടെ ഹജ്ജാണ്. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹജ്ജിൻ്റെ കാര്യമല്ല പറയുന്നത്, അത് പിന്നീടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ തടഞ്ഞപ്പോൾ ആ മദീനക്കാരനായ ആൾ, ഹജ്ജിന് വന്ന ആൾ, ഉംറക്ക് വന്ന ആൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ചിലതൊക്കെ തടയുമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് ഞങ്ങളെ മക്കയിലെ കഅബയിൽ വന്നു പോകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കുകയാണെങ്കിൽ ഞങ്ങളും ചിലതൊക്കെ നിങ്ങൾക്ക് തടയും. അദ്ദേഹം ഉദ്ദേശിച്ചത് മക്കക്കാരുടെ ഈ കച്ചവട യാത്രക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കൊരു സുരക്ഷിതത്വം ഇനി മുതൽ ഉണ്ടാവില്ല, ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ എന്ന്. ഇതൊരു തുടക്കമാണ്. ഈ തുടക്കത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴായിട്ട് ശരീഅത്തുകളെ മക്കക്കാരുടെ യാത്രാമാർഗങ്ങളിലേക്ക് അയക്കാറുണ്ടായിരുന്നു. അത് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയതാണല്ലോ അവർ, എന്നിട്ട് ഇപ്പോഴും അവരവിടെ നിന്ന് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി മക്കയിലെ ആളുകളെ നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ശരീഅത്തുകളെ വിടുന്ന എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഘങ്ങളെ നിരീക്ഷണത്തിനും മക്കയിൽ നിന്ന് വരുന്ന കച്ചവടക്കാരുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ചലനങ്ങളെ നിരീക്ഷിക്കാനും അവരെ മുൻകൂട്ടി അവരെ നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ട് സംഘങ്ങളെ നിയോഗിച്ചയക്കാറുണ്ടായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പങ്കെടുത്തുകൊണ്ട് പുറപ്പെട്ട സംഘങ്ങളുടെ, അതിന് ഗസ്വ എന്നാണ് പറയല്, അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു സായുധമായ ഏറ്റുമുട്ടലോ രക്തച്ചൊരിച്ചിലോ ഒന്നും അതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, പറയത്തക്ക വിധത്തിലുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ മുഹാജിറുകൾ മാത്രമേ പങ്കെടുക്കാറുണ്ടായിരുന്നുള്ളൂ ഈ ശരീഅത്തുകളിൽ, ഇങ്ങനെയുള്ള നിരീക്ഷണത്തിനൊക്കെ പോകുമ്പോൾ. കാരണം മക്കക്കാരുമായിട്ടുള്ള പോരാട്ടം മക്കയിൽ നിന്ന് വന്ന ആളുകളോട് തന്നെ മതി. മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിലൊക്കെ പെട്ട ആളുകളിലേക്ക് അത് വ്യാപിപ്പിക്കേണ്ട. ഞങ്ങളെയാണല്ലോ പുറത്താക്കിയത് മക്കയിൽ നിന്ന്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ നേരിടുന്ന ഒരു രീതി മതി എന്ന ഒരു പോളിസിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത്. പക്ഷെ മക്കക്കാർ മദീനക്കാരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ പല പണികളും ചെയ്തു. കാരണം അവരെയും കൂടി ഇതിലേക്ക് വലിച്ചു കഴിച്ചാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ, നബിയെയും കൂട്ടരെയും മദീനയിൽ നിന്ന് പുറത്താക്കണ ഒരു സംഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കണക്കൂട്ടിലാണ് അവർ നടത്തിയത്. അങ്ങനെ അവർ പലപ്പോഴും മദീനയുടെ പരിസരത്ത് വന്നിട്ട് മദീനക്കാരുടെ ആടുകൾ, ഒട്ടകങ്ങൾ, അതുപോലെ കന്നുകാലികളൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോകൽ ഒരു പതിവാക്കി. അങ്ങനെ വലിയൊരു കന്നുകാലി കൂട്ടത്തെ തന്നെ അവർ ഈ ഹിജ്റ കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞ ആ ഘട്ടത്തിൽ ബദർ യുദ്ധത്തിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് മദീനക്കാരുടെ വലിയൊരു കന്നുകാലി കൂട്ടത്തിനൊക്കെ കൊള്ളയടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘം ഷാമിൽ നിന്ന് 50,000 അഷ്റഫി എന്ന് പറയുക, അന്നത്തെ ഒരു വലിയ വിലപിടിപ്പുള്ളൊരു നാണയമാണ്, സ്വർണ്ണ നാണയമൊക്കെ പോലെയുള്ള ആ അത്രയും വലിയ വിലപിടിപ്പുള്ള ഒരു പണത്തിന് ഉള്ള മൂല്യമുള്ള ചരക്കുമായിട്ട് ഷാമിൽ നിന്ന് മദീന വഴി മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്, കച്ചവടം ചരക്കുകൾ വാങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ മദീനയോടടുത്ത് മദീനക്കാർക്ക് നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ അബൂ സുഫിയാന് ഭയങ്കര പേടിയായി. ഇതിപ്പോൾ ഇത് നമുക്ക് വളരെ അരക്ഷിതത്വമുള്ള ഒരു സ്ഥലമാണ്, ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മദീനയിലെ ഈ മുഹമ്മദിൻ്റെ അനുയായികളും കൂട്ടരും നമ്മളെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ കണക്കൂട്ടിയിട്ട് അദ്ദേഹം മക്കയിലേക്ക് ആളെ പറഞ്ഞു വിട്ടു. ഈ സംഘം, കച്ചവട സംഘം മദീനയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, അവരെ മുഹമ്മദിൻ്റെ ആളുകൾ കൊള്ളയടിച്ച് സ്വത്തൊക്കെ കവർന്നെടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഉടനെ സൈന്യമായിട്ട് വന്നിട്ട് ഞങ്ങളെ സഹായത്തിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൂടെ ഒരു 10-40 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. 30-നും 40-നും അടക്കമുള്ള ആളുകളാണ് സംരക്ഷകരായിട്ട് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് മതിയാവില്ല എന്ന് ഉള്ള കണക്കൂട്ടിലാണ് അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഉടനെ മക്കയിലേക്ക് ആളെ മുന്നേ പറഞ്ഞയച്ചു. മക്കയിൽ ചെന്ന അയാൾ ഭയങ്കര ഒരു സീന് തന്നെ ഉണ്ടാക്കി.
ഞങ്ങളെ സ്വത്തും മുതലൊക്കെ കൊള്ളടിക്കാൻ പോവുകയാണ്, നിങ്ങൾക്കൊന്നും മുഹമ്മദിൻ്റെ കൂട്ടരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ വലിയ സംഘമായിട്ട് വന്ന് ഞങ്ങൾക്ക് സംരക്ഷണം തരണം എന്നൊക്കെയുള്ള എനിക്ക് അയാൾ ഒട്ടകത്തിൻ്റെ ചെവി കീറിയും വസ്ത്രങ്ങൾ കീറി വലിച്ചും ആർത്ത് വിളിച്ചും ഒക്കെ ആയിട്ട് മക്കക്കാരെ അങ്ങേയറ്റം പ്രകോപിതരാക്കിയിട്ട് അതിലേക്ക് ഇറക്കി. അങ്ങനെ മക്കയിലെ ആളുകൾ ഈ പ്രകടനങ്ങളിലൊക്കെ വീണിട്ട് അവർ ഈ കച്ചവട സംഘത്തിന്, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തിനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യം ഉദ്ദേശിച്ചുകൊണ്ട്, എന്നാൽ അതിനപ്പുറത്തേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് വലിയൊരു സംഘം ഒരുങ്ങി പുറപ്പെട്ടു. ഒരു 100 പടയാളികൾ, 100 കുതിരപ്പടയാളികൾ, ധാരാളം ഒട്ടകങ്ങൾ, അതുപോലെയുള്ള സാമഗ്രികളൊക്കെ ആയിട്ട് എല്ലാ പടക്കോപ്പുകളുമായിട്ട് ഒരു 1000-ൽ കൂടുതൽ വരുന്ന ആളുകളുടെ ഒരു വലിയ സംഘം തന്നെ അവർ മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഇത് പുറപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സംഘവും ഒന്നും ഇറങ്ങിയിട്ടില്ല. അവരെ മുന്നിൽ 2 അവസ്ഥയാണുള്ളത്. ഒന്ന്, തെക്ക് ഭാഗത്തൊരു കൂട്ടർ എത്തിപ്പെടാൻ പോകണം, വടക്ക് ഭാഗത്ത് വേറൊരു കൂട്ടർ. ഒന്ന് കച്ചവട സംഘമാണ്, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള 10-40 പേരുടെ സംരക്ഷണത്തിലുള്ള ഒരു കച്ചവട സംഘം. മറ്റേതോ 1000-ത്തിലധികം ആളുകൾ വരുന്ന യുദ്ധസംഘമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് കച്ചവട സംഘമാണ്, മറ്റേ യുദ്ധത്തിന് വരുന്നവരാണ്. യുദ്ധത്തിന് വരുന്ന ആളുകൾ ലക്ഷ്യമിടുന്നത് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ വന്ന ഈ കച്ചവട സംഘത്തെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്നേക്കുമായിട്ട് ഈ ശല്യം അവസാനിപ്പിക്കണം. മദീനയിൽ മുഹമ്മദിനും കൂട്ടർക്കും ഒരു താവളം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ഇന്നത്തോടെ തീരണം. എന്നാലേ നമ്മളുടെ ട്രേഡ് റൂട്ട് നമുക്ക് ഫ്രീ ആയി സുരക്ഷിതമായി കിട്ടുള്ളൂ. ഇതാണ് അവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിൽ നിന്ന് റൗട്ട് ചെയ്യപ്പെടുക, തുരത്തി ഓടിക്കപ്പെടുക, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ടും അവരവിടുന്ന് നിഷ്കാസിതരാവുക, പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുക. ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്ന ഒരു സൈന്യമാണ് മക്കയിൽ നിന്നുള്ളത്. മറ്റത് ഒരു കച്ചവട സംഘമാണ്. ഇപ്പോൾ 2 വിഭാഗം. ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് യുദ്ധത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകുന്നത്. നബി ആരെയാണ് നേരിടേണ്ടത്? കൂടിയാലോചന നടത്തി. മുഹാജിറുകളുമായിട്ടും അൻസാറുകളൊക്കെ ആയിട്ട് കൂടിയാലോചന നടത്തി. എല്ലാവരും ഇഷ്ടപ്പെട്ടത് ഈ കച്ചവട സംഘത്തെ നേരിടാന്നുള്ളതാണ്. കാരണം എന്താ? അവർ ചെറിയ സംഘമാണ്. ഒന്ന്, ദുർബലരാണ്. രണ്ടാമത്തത്, അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, യുദ്ധാർജിത മുതലുകളായിട്ട് ധാരാളം കിട്ടും. പക്ഷേ ലോങ് റണ്ണിൽ അതാണോ നല്ലത്? ദീർഘകാലാടിസ്ഥാനത്തിൽ ആലോചിക്കുമ്പോൾ മക്കക്കാരുടെ ശക്തി അടിച്ചൊതുക്കാനും അവരെ ക്ഷയിപ്പിച്ച് ദുർബലപ്പെടുത്തി മദീനയിലുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൂട്ടരുടെയും താവളം ഏറ്റവും ശക്തമായ ഒരു സമൂഹമായി മാറണമെങ്കിൽ ഏതാണ് നല്ലത്? ഇങ്ങനൊരു ചർച്ച വന്നു. മക്കക്കാരായ സൈന്യത്തെ നേരിടലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. കാരണം എന്താ? കാരണം അവരെ തോൽപ്പിച്ചാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സമൂഹത്തിനും ഒരു സ്ഥിരത കിട്ടും. അവിടെ അവർക്ക് ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ, ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളും അൻസാറുകളുമായിട്ടൊക്കെ കൂടിയാലോചന നടത്തിയതിന് ശേഷം അവസാനം ഒരു തീരുമാനമെടുത്തു. അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനം തന്നെയാണ്. അത് ഈ ശത്രു സൈന്യത്തെ നേരിടുക എന്നതായിരുന്നു. അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നതായിരുന്നു. ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെട്ടിരുന്നത് ഈ കച്ചവട സംഘത്തെ നേരിടാനായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഒരു തീരുമാനം കൂടിയാലോചനയ്ക്ക് ശേഷം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുമ്പോൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പലർക്കും ഭയങ്കര അതൃപ്തി, പലർക്കും അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വെറുതെ വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുകയാണ് എന്നൊക്കെയുള്ള നിലക്കാണ്. പക്ഷെ അള്ളാഹുവിന് ചില പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. ഈ പദ്ധതികൾ ഈ യുദ്ധത്തിൻ്റെ ശേഷമുള്ള വിലയിരുത്തലുകളുടെ ഈ സൂറത്തിൽ അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മളിന്ന് വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്
എന്ന് വായിച്ച ഭാഗം ഒന്ന് വിശദീകരിക്കാം. യസ്അലൂനക അനിൽ അംഫാൽ, പ്രവാചകരെ താങ്കളോട് അവർ യുദ്ധമുതലുകളെക്കുറിച്ച് ചോദിക്കുന്നു. അൻഫാലിനെ കുറിച്ച് ചോദിക്കുന്നു. നഫൽ എന്നതിൻ്റെ ബഹുവചനാണെന്ത്? അൻഫാൽ. അതിന് സാങ്കേതികമായിട്ട് അർത്ഥം യുദ്ധമുതലുകൾ എന്നാണ്. യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോകുന്ന മുതലുകൾ, അതിനെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് വിഷയം. അതിലെന്താണ് ഒരു തർക്കമുള്ളത്? തർക്കം അതിരൂക്ഷമായി മാറിയിട്ടുണ്ടായിരുന്നു അവിടെ. എന്താണ് വിഷയം? പഴയ കാലത്ത് യുദ്ധത്തിൽ ശത്രുവിൻ്റെ അടുക്കൽ നിന്ന് എത്ര വിലപിടിപ്പുള്ളതാണ് പിടിച്ചെടുക്കുന്നതെങ്കിലും ആരാണോ അത് പിടിച്ചെടുത്തത് അത് അയാൾക്കുള്ളതാണ്. അതാണ് ഒരു രീതി. മറ്റൊരു രീതി, ഏത് സൈന്യത്തിൽപ്പെട്ടവരാണോ പിടിച്ചെടുത്തത് അത് ആ സൈന്യത്തിനെ നയിക്കുന്ന സൈന്യത്തലവനോ അല്ലെങ്കിൽ ആ രാജാവിനോ ഉള്ളതാണ്. ഇതാണ് വേറെ രീതി. ജാഹിലിയ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയമുള്ളത് യുദ്ധത്തിൽ യുദ്ധം മുതലുകൾ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് പിടിച്ചെടുത്തത് ഏത് സൈനികനാണോ അത് അയാൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവൽ എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കുന്ന ഈ യുദ്ധത്തിൽ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഒരു സൈനികന്റെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം എന്താണ്? ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിലുള്ള സ്വത്ത് പിടിച്ചെടുത്ത് അത് സ്വന്തമായ ആവശ്യത്തിന് വേണ്ടി കൈക്കലാക്കാം എന്നതാണ് ഒരു സൈനികന്റെ ആഗ്രഹമായിട്ടുണ്ടാകുക. അതേസമയം അത് യുദ്ധത്തിന്റെ താല്പര്യത്തിന് ഗുണകരാവുമല്ലേ? ഇപ്പൊ റസൂലുള്ളാഹിയെ സംരക്ഷിക്കേണ്ടതുണ്ട്, ശത്രുക്കളെ തുരത്തി ഓടിക്കേണ്ടതുണ്ട്, യുദ്ധം ഈ പക്ഷത്തെ വലിയ വിജയമാക്കി മാറ്റേണ്ടതുണ്ട്. ഇതിനൊന്നും വേണ്ട ശ്രദ്ധ കിട്ടുന്നതിന് പകരം ശ്രദ്ധ എന്തിലായി പോകും? പരമാവധി ശത്രുവിൻ്റെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിൽ ആയി മാറിപ്പോകും. അതിനിവിടെ വലിയ അവസരം കിട്ടിയിട്ടില്ല. കാരണം എന്താ? ഈ ഏറ്റുമുട്ടൽ ആരുമായിട്ടാണ് നടന്നത്? കച്ചവട സംഘമായിട്ടല്ല, മറിച്ച് മക്കയിൽ നിന്ന് വന്ന ഖുറൈശി സൈന്യവുമായിട്ടാണ്. അപ്പോൾ യുദ്ധം കഴിഞ്ഞതിന് ശേഷവും സ്വത്ത് ധാരാളം ഉണ്ടായി, പിടിച്ചെടുക്കാനുണ്ടായി. ശത്രുക്കൾ 10-70 മക്കക്കാരായ ശത്രുക്കൾ കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ 10-70 പേര് ബന്ദികളായി പിടിക്കപ്പെട്ടു. അതുപോലെ ധാരാളം സ്വത്ത് അവർക്ക് യുദ്ധമുതലുകളായിട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ ദൈവികമായൊരു വിധിയൊന്നും അവരുടെ പരിചയത്തിലില്ല. അപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നെ സഹാബിമാർക്കിടയിൽ തർക്കമായി. ഓരോരുത്തരും പിടിച്ചെടുത്തിരുന്ന സ്വത്ത് അവരുടേതാണെന്നുള്ള നിലക്ക് അവർ പെരുമാറി. വേറെ ചിലർ പറഞ്ഞു, ഞങ്ങളാണല്ലോ യുദ്ധം വിജയിപ്പിച്ചത്, ഞങ്ങളെ യുദ്ധത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടുകയായിരുന്നില്ലേ, അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഈ യുദ്ധാർജിത മുതലുകൾ കൈക്കലാക്കാൻ സാധിച്ചത്, അതുകൊണ്ട് തുല്യമായ ഒരു ഓഹരി അല്ലെങ്കിൽ അതിൽ വലിയ ഒരു ഓഹരി ഞങ്ങൾക്കാണ് തരേണ്ടത് എന്ന ഒരഭിപ്രായം വേറെ ചിലർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണ വലയം തീർത്തിരുന്ന ഒരു വിഭാഗം സഹാബിമാർ അവർ പറഞ്ഞു, നബിയെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനമായ സംഗതി, ഞങ്ങളതാ ചെയ്തിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അതിൽ കൂടുതൽ ഈ യുദ്ധാർജിതം മുതലിൻ്റെ അവകാശമുള്ളത് എന്ന നിലക്ക് അവരും പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് വലിയ തർക്കവും ഒരു അവരുടെ ബന്ധങ്ങൾ വഷളാവുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അതിൻ്റെ പ്രവണത കാണിച്ചു തുടങ്ങി. ഈ ഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ ഇടപെടൽ. അള്ളാഹു പറയുക, പ്രവാചകരെ താങ്കളോട് അവർ യുദ്ധമുതലുകളെ കുറിച്ച് ചോദിക്കുന്നു. പറയുക ഖുൽ അൽ അംഫാലു ലില്ലാഹ്, ഖുലിൽ അംഫാലു ലില്ലാഹ്. യുദ്ധമുതലുകൾ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്കാർക്കും അവകാശപ്പെട്ടതല്ല. ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധമുതലുകൾ ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. തീർന്നല്ലോ, തർക്കം തീർന്നു. നിങ്ങൾക്ക് ആർക്കും അവകാശപ്പെട്ടതല്ല. അത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവാണ് ഈ നിർദ്ദേശം തരുന്നത്. ഖുലിൽ അംഫാലു ലില്ലാഹ്. മാത്രമല്ല വർ റസൂൽ, അവൻ്റെ ദൂതനുമുള്ളതാണ്. അള്ളാഹുവിനും അവൻ്റെ ദൂതനും അവകാശപ്പെട്ടതാണ് യുദ്ധാർജിത മുതലുകൾ. അപ്പോൾ പിന്നെ സഹാബിമാരുടെ തർക്കത്തിന്, ചർച്ചക്ക് അല്ലെങ്കിൽ
അവരുടെ ഈ പ്രശ്നത്തിനൊന്നും യാതൊരു സാഹചര്യം ഇല്ലാണ്ടാവും. കാരണം യുദ്ധമുതലുകൾ അള്ളാഹുവിനും അവൻ്റെ ദൂതനും അവകാശപ്പെട്ടതാണ്, നിങ്ങൾക്കുള്ളതല്ല. ഇതാണ് ആദ്യത്തെ പ്രഖ്യാപനം. ഫത്തഖുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി മാറുക, സൂക്ഷ്മതയുള്ളവരായി മാറുക. വ അസ്ലിഹൂ ദാത്ത ബൈനിക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ബന്ധം മെച്ചപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക. നിങ്ങളിപ്പോൾ ബന്ധം കുറച്ച് വഷളായിട്ടുണ്ട്, സ്വത്തിൻ്റെ പേരിൽ, മുതലിൻ്റെ പേരിൽ, യുദ്ധാർജിതമായ പല സംഗതികളും ഓഹരി വെക്കുന്നതിൻ്റെ പേരിൽ തർക്കത്തിലായി നിങ്ങൾ പല വിധത്തിലുള്ള പിണക്കത്തിൻ്റെ ഒക്കെ അവസ്ഥയിലേക്ക് പോയി. ഇത് അവസാനിപ്പിക്കുക. യുദ്ധം മുതലുകൾ നിങ്ങളുടേതല്ല, അത് അള്ളാഹുവിനും അവൻ്റെ ദൂതനും അവകാശപ്പെട്ടതാണ്. ഒന്നാമതായി, എല്ലാ ജാഹിലിയ സമ്പ്രദായത്തിലും ഉണ്ടായിരുന്ന വിധത്തിൽ സ്വത്ത് ആരാണോ പിടിച്ചെടുക്കുന്നത് അയാൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ധാരണ തന്നെ അങ്ങ് തിരുത്തി കളഞ്ഞേക്കും. അതെന്താണ്? അള്ളാഹുവിനും അവൻ്റെ ദൂതനും അവകാശപ്പെട്ടതാണ്. എന്നിട്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ ശിരസ വഹിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിട്ട് നിങ്ങൾ തിരിച്ചു വരിക. അസ്ലിഹൂദാത്ത ബൈനിക്കും, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ ഇസ്ലാഹ് ചെയ്തെടുക്കുക, റിപ്പയർ ചെയ്യുക. ഇസ്ലാഹിന് തസ്ലീഹ് എന്നൊക്കെ പറഞ്ഞാൽ റിപ്പയറിംഗ് ആണ്. എവിടെയെങ്കിലുമൊക്കെ കേടുപാടുകൾ ഉണ്ടായാൽ അത് നന്നാക്കണേനാണ് അറബി ഭാഷയിൽ ഇന്ന് ഈ പദം ഉപയോഗിക്കുന്നത്, തസ്ലീഹ് ചെയ്യൽ. ബന്ധങ്ങളിൽ വിള്ളലോ അപ്പോൾ പൊട്ടലോ ചീറ്റലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ശരിയാക്കിയെടുക്കുക. വ അത്തിയുള്ളാഹ വ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക. അപ്പോൾ ഒരിക്കലും ലോക ചരിത്രത്തിൽ നടന്ന ഒരു യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു ഡിസ്പ്യൂട്ടിനെ ഇങ്ങനെ പരിഹരിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരു യുദ്ധത്തിലും ഉണ്ടായിട്ടില്ല. അള്ളാഹുവോട് ആദ്യം പറഞ്ഞത് പ്രശ്നമുണ്ടാകുന്നതിന് കാരണമായ വിഷയത്തിൽ അങ്ങ് മുറിച്ചു കളഞ്ഞു. അത് നിങ്ങൾക്കുള്ളതല്ല കേട്ടോ, ഇതാരുടെ? അള്ളാഹിൻ്റെയും റസൂലിൻ്റെയാണ്. അത് അവർ തീരുമാനിക്കും എന്താ അത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് കേൾക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഇപ്പം വെറുതെ ആവശ്യമില്ലാതെ വിടക്കായിന്ന് അതൊക്കെ നേരാക്കി, എന്നിട്ട് നിങ്ങൾ അള്ളാഹിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കും. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ശരിക്കും സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾ അതാ ചെയ്യേണ്ടത്. അള്ളാഹിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക, നിങ്ങളെ ബന്ധങ്ങൾ മെച്ചപ്പെട്ടതാക്കുക, നിങ്ങൾ മുത്തഖികളായി മാറുകയും ചെയ്യുക. എന്നിട്ട് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹു, ആരാണ് സത്യവിശ്വാസികൾ? ഇവർ മാത്രം. നിശ്ചയമായിട്ടും സത്യവിശ്വാസികൾ ഈ ഒരു സ്വഭാവമുള്ളവർ മാത്രമാണ്. ആരാണത്? ഇദാ ദുഖിറല്ലാഹു, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിനെ സ്മരിച്ചാൽ, ആരെങ്കിലും അള്ളാഹുവിനെ സ്മരിച്ചാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പിതമാകും. അള്ളാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു ആലോചന അവർക്ക് ഉണ്ടാവില്ല. അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് ഇങ്ങനെ ആയത്തിറക്കിയിട്ടുണ്ട്, അള്ളാഹിൻ്റെ വിധി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല ഞാനാ പിടിച്ചെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പിതമാകും. അവർക്ക് പിന്നെ മറ്റൊരാലോചന ഉണ്ടാവില്ല. 100% അള്ളാഹുവിൻ്റെ ആ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുന്നവർ. ഇതാണ്, അങ്ങനെ ചെയ്യുന്നവർ മാത്രമാണ് ആര്? സത്യവിശ്വാസികൾ. ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയമായിട്ടും സത്യവിശ്വാസികൾ ആരാണ്? അല്ലദീന ഇദാ ദുഖിറല്ലാഹു, അള്ളാഹുവിനെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പ്രകമ്പിതമാകും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അവൻ്റെ ആയത്തുകൾ അവർക്ക് കേൾപ്പിക്കപ്പെട്ടാലോ, ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അത് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അള്ളാൻ്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് അൻഫാൽ സംബന്ധമായിട്ട്, അതുകൊണ്ട് അതിപ്പോൾ നമുക്കൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് കാര്യം അറിഞ്ഞാൽ, എന്നാൽ പിന്നെ ആ ഇസ്ലാം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുമോ? അങ്ങനെയല്ല അവർ ചെയ്യുക. അവരെന്താ ചെയ്യുക? അള്ളാൻ്റെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ 100% അതിന് കീഴ്പ്പെടുന്ന, അത് ഉൾക്കൊള്ളുന്ന, അതിൽ ഈമാൻ വർദ്ധിച്ചുകൊണ്ട് അത് സ്വീകരിക്കുന്ന ആളുകളായി മാറും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കൊന്നും അവർ ആലോചിച്ച് നിൽക്കില്ല. അവരെന്താ ചെയ്യുക? അള്ളാഹുവിൽ തവക്കൽ ചെയ്യും. ഇപ്പം യുദ്ധാർജിതം മുതലുണ്ടായിട്ടല്ല ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. ഇനി അങ്ങോട്ടും യുദ്ധാർജിതം മുതൽ കിട്ടിയിട്ട് വേണ്ടി വരില്ല. കാരണം നമ്മൾ ആരിലാണ് തവക്കൽ ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിലാണ്. പിന്നെ എന്തിനാ ഈ കടിപിടി? ഒരൊട്ടകം, ഒരു പശു, ഒരാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കം ഉണ്ടാക്കുന്നത്? അതിൽ അള്ളാൻ്റെ ഒരു വിധി വന്നു, അതങ്ങ് സ്വീകരിച്ചാൽ മതി സന്തോഷപൂർവ്വം. അതിലവർക്ക് വല്ല വൈമനസ്യമുണ്ടോ? സന്തോഷപൂർവം ഹൃദയ സ്വീകരിക്കുന്നവരാണ് സാദത്തുഹും ഈമാനാന്നാണ് പറഞ്ഞത്.
ഈമാൻ വർദ്ധിച്ച അവസ്ഥയിലായിക്കൊണ്ടാണ് അവരതിനെ എതിരേൽക്കുക. അല്ലദീന യുഖീമൂന സ്വലാത്ത, ആ ആളുകൾ, ഈ സത്യവിശ്വാസികളുടെ പ്രത്യേകത അവർ അള്ളാഹുവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന സ്വലാത്ത് നിർവഹിക്കുന്നവരും നടപ്പിലാക്കുന്നവരുമാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, മാത്രമല്ല അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഇതെന്തിനാണ് ഇവിടെ പറയണത്? ഒന്ന്, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിൻ്റെ ബന്ധമാണ് നിസ്കാരം. ആ ബന്ധത്തിന് ഏറ്റവും ഊഷ്മളമായി നിലനിർത്തുന്നവരാണ് അവർ. രണ്ടാമത്തത്, അവരുടെ കയ്യിൽ അള്ള ഏൽപ്പിച്ച കുറേ സമ്പത്തും അതും ഇതൊക്കെ ഉണ്ട്, അതെങ്ങനെ ചെലവഴിക്കാം അവൻ്റെ തൃപ്തി അനുസരിച്ച് എന്ന് അന്വേഷിക്കുന്നവരാണ് അവർ. എന്നിട്ട് അതിനപ്പുറത്തേക്ക് ഇങ്ങ് കൈയിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരല്ല. മറിച്ച് അള്ള ഏൽപ്പിച്ചു തന്നെ ഉണ്ട്, അതെങ്ങനെ ചെലവഴിക്കുമെന്ന്, എങ്ങനെയാണ് അള്ളാൻ്റെ തൃപ്തി നേടാനുള്ള വഴി അതിലൂടെ എന്ന് ആലോചിക്കുന്നവരാണ്. അപ്പോൾ ഈ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ പരാമർശിച്ചാൽ അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പിതമാകും. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. പിന്നെ അള്ളാഹുവിൽ അവർ തവക്കുൽ ചെയ്യും. അവർ അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കുന്ന നമസ്കാരം ഒരു സ്ഥാപനമായിട്ട് നടപ്പിലാക്കും. അതുപോലെ അള്ളാഹു അവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള നൽകിയിട്ടുള്ള സമ്പത്തുകൾ അവൻ്റെ തൃപ്തി അനുസരിച്ച് ചെലവഴിക്കുകയും ചെയ്യും. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, സത്യമായിട്ടും ഈ സ്വഭാവ വിശേഷണങ്ങളുള്ള ആളുകളാണ് സത്യവിശ്വാസികൾ. അവർക്ക് ഗുണം? ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം. ഈ ആട്, ഒട്ടകം, കുതിര എന്ന് പറഞ്ഞ് കടിപിടി കൂടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ? ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവർക്ക് വലിയ പദവികളാണുള്ളത്, ദറജത്തുകളാണ്. ദറജ് എന്ന് പറഞ്ഞാൽ പടികൾ, പദവികൾ, വലിയ ഉയർന്ന പദവികളാണ് അവർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കലുള്ളത്. വ മഗ്ഫിറത്തും, അവർക്ക് പാപമോചനമുണ്ട്. വ റിസ്ഖുൻ കരീം, അത്യുദാരമായ റിസ്ഖുണ്ട്, വിഭവങ്ങളുണ്ട്. പിന്നെ എന്തിനാ ഈ തർക്കവും കടിപിടിയൊക്കെ? അള്ളാഹ് ഒരു കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് സ്വീകരിച്ചാൽ പോരെ സന്തോഷപൂർവ്വം. കാരണം അങ്ങനെ ചെയ്യുന്നവർക്ക് ആദ്യമേ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ പിന്നെ അള്ളാഹു പറയുന്ന കാര്യം അങ്ങ് ശിരസ വഹിച്ചാൽ മതി. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദറജത്തുണ്ട്, വലിയ പദവിയുണ്ട്. പിന്നെ മഗ്ഫിറത്ത്, അവൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനമുണ്ട്. ഏത് മനുഷ്യനും പലവിധ പോരായികകളും സംഭവിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ അള്ളാഹ് വിശാലമായ മഗ്ഫിറത്ത് നൽകും. കൂടാതെ റിസ്ഖുൻ കരീം, അത്യുദാരമായ ഒരു പിശുക്കുമില്ലാത്ത വിഭവങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. ഒന്നിനൊരു കുറവ് അവൻ്റെ അടുക്കൽ നിങ്ങൾക്ക് റിസ്ഖ് തരുന്ന കാര്യത്തിൽ ഉണ്ടാവില്ല. അത് ദുനിയാവിലും നമ്മൾ കണക്കാക്കേണ്ട, ആഖിറത്തിലും ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ റിസ്ഖുൻ കരീം. എന്നിട്ട് അള്ളാഹ് പറയും, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക. ഇത് ഏതുപോലെയാണ്? ഇത് പറഞ്ഞപ്പോൾ കുറേ ആളുകളുടെ മനസ്സിലൊരു അസ്വസ്ഥതയാണ്. അവരുടെ കയ്യിൽ വന്ന പല സ്വത്തുണ്ട്, യുദ്ധാർജിത മുതലുകൾ, അതൊക്കെ ഇപ്പോൾ നമ്മളുടേതല്ലാതാവുകയാണല്ലോ എന്നുള്ള ബേജാറാണ്. അതുകൊണ്ട് അള്ളാൻ്റെ ഈ കൽപ്പന വന്നപ്പോൾ അത് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റായികയുടെ ഒരവസ്ഥ ചിലർക്ക്. അള്ളാഹ് അതിനെ ഉപമിക്കുന്നത് ഏതിനോടാ? കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ്, സത്യമായിട്ടും നിന്റെ റബ്ബ് നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടായല്ലോ, അതുപോലെ തന്നെയാണ് ഇത്. എന്താണത്? മദീനയിലെ മസ്ജിദ് നബവിയുടെ അടുക്കലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പം തന്നെ അത് എന്തിനു വേണ്ടിയാണ് പുറപ്പെട്ടിരുന്നത്? മക്കക്കാരായ സൈന്യത്തെ നേരിടാൻ വേണ്ടി എന്ന തീരുമാനത്തിലാണ് അവർ പുറപ്പെട്ടിരുന്നത്. അത് പുറപ്പെട്ടപ്പോൾ പലർക്കും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇത് വേണ്ടാത്തൊരു പണിയാണ്, ഇത് കടന്നിൽക്കൂടിൽ പോയിട്ട് തലയിടലാണ്, ശത്രുക്കളെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുക എന്ന് പറയുന്നത് ഈ നമുക്ക് വലിയ വയ്യാവേലി ഉണ്ടാക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലർക്കും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. നമ്മൾ 100-300 പേരേ ഉള്ളൂ, അവരായിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്, എന്നിട്ട് അവരെ നേരിടാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്നൊക്കെയുള്ള നിലയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. കാരണം എന്താ? അതിന് കാരണം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്ത ചില സംഗതികൾ അവർ കണ്ടിട്ടില്ല. അള്ളാഹിൻ്റെ ലക്ഷ്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുമില്ല. അതുകൊണ്ട് അവർ ഒരു അസ്വസ്ഥതയോടുകൂടി പ്രതികരിക്കുകയാണ്.
അപ്പോൾ കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക, നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ അവൻ ഇറക്കിക്കൊണ്ടുവന്നു, പുറത്തു കൊണ്ടുവന്നു. ബിൽ ഹഖ്, സത്യബോധത്തോടു കൂടി, വെറുതെ അല്ല, ബാത്തിലായിട്ടല്ല, ദിശാബോധത്തോടെ, സത്യബോധത്തോടെ, കൃത്യമായ കണക്കൂട്ടലോടുകൂടി നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നപ്പോൾ വൈന്ന ഫരീഖം മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിന്, ഒരു സംഘത്തിന് അത് അനിഷ്ടമായിരുന്നു, അനിഷ്ടകരമായിരുന്നു. ഇത് വേണ്ടാത്തൊരു പണിയായിപ്പോയി. ആ കച്ചവട സംഘത്തിനെ പോയി നേരിടുക എന്നുള്ളതാണെങ്കിൽ തിരക്കിടില്ലായിരുന്നു. ഈ ശത്രു സൈന്യത്തിനെ പോയി ആക്രമിക്കുക എന്ന് പറയുന്നതാണെങ്കിൽ അത് വേണ്ടാത്തൊരു പണിയായിപ്പോയി എന്ന അഭിപ്രായമായിരുന്നു സത്യവിശ്വാസികളുടെ കൂട്ടത്തിലെ ഒരു കൂട്ടർക്ക് ഉണ്ടായിരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും. ഏത് യുദ്ധമുതലുകൾ അള്ളാഹ്ക്കും റസൂലിനും ഉള്ളതാണ്, അത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയായിക. അത് ഏതുപോലെയാണ്? നിന്നെ വീട്ടിൽ നിന്ന് ഞാനാണ് ഇറക്കിക്കൊണ്ടുവന്നത്, അല്ല പറയണ്. അല്ല ഇറക്കിക്കൊണ്ടുവന്നതാണ് നിന്നെ. എവിടുന്ന്? മദീനയിലെ വീട്ടിൽ നിന്ന്, മക്കയിലെ നിന്ന് വരുന്ന സൈന്യത്തിനെ പോയി നേരിടുക എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട്. അത് പക്ഷേ ഒരു കൂട്ടർക്ക് പറ്റിയില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ യുദ്ധാർജിത മുതലുകളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം വന്നപ്പോൾ ചിലർക്ക് അത് ഇഷ്ടകരമല്ലാതായിട്ട് നിൽക്കുകയാണ്. അപ്പം അല്ല പറയണ എന്താ? അള്ളാഹിൻ്റെ പേര് പറയുമ്പോഴത്തേന് തന്നെ ഹൃദയങ്ങൾ ഇങ്ങനെ പ്രകമ്പിതമാവുന്ന, അള്ളാഹിൻ്റെ ആയത്ത് കാണുമ്പോൾ ഈമാന് വർദ്ധിക്കുന്ന, അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് തവക്കൽ ചെയ്യുന്ന, യുദ്ധം ഇതുപോലത്തെ 100 വന്നാലും എൻ്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല, കാരണം എൻ്റെ വലിയ അള്ളയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. നിസ്കരിക്കുകയും സ്വന്തം കയ്യിൽ അള്ള ഏൽപ്പിച്ചിട്ടുള്ള സ്വത്ത് ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടർ, അവർ മാത്രമാണ് സത്യവിശ്വാസികൾ, ബാക്കിയുള്ളവരൊന്നും അതിൽ പെടൂല എന്ന് അള്ള പറഞ്ഞതോടുകൂടി ഇതിൽ ഭയങ്കര മാറ്റം വരിക. എന്നിട്ട് അള്ള പറയും, നേരത്തെ ഇറങ്ങി പുറപ്പെട്ടു, നിന്നെ ഇറക്കിക്കൊണ്ടുവന്ന ഞാനാണ്, യുദ്ധത്തിന് വേണ്ടി ഇറക്കിക്കൊണ്ടുവന്നപ്പോൾ അവർ ചില സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിന് അത് വലിയ അനിഷ്ടമായി മാറി. അതുപോലെ തന്നെയാണിതും. യുജാദിലൂനക ഫിൽ ഹഖ്, ഈ ഹഖിൻ്റെ കാര്യത്തിൽ, സത്യത്തിൻ്റെ കാര്യത്തിൽ അവർ നിന്നോട് തർക്കിക്കുന്നു. ബഅദമാ തബയ്യന, അത് വ്യക്തമാക്കപ്പെട്ടതിന് ശേഷം, വ്യക്തമായതിനു ശേഷം. ഏതുപോലെ? കഅന്നമാ യുസാഖൂന ഇലൽ മൗത്ത്, ഹഖാണ് യുദ്ധത്തിൽ ഇവർ മക്കയിൽ നിന്ന് വന്ന ശത്രുക്കളുമായി പോരാടണം എന്നുള്ളതാണ് അള്ള തീരുമാനിച്ച് നിർദ്ദേശിച്ച ഹഖ്. അപ്പോൾ ഇവരതിൻ്റെ പേരിൽ തർക്കിക്കുക, റസൂൽ അത് വേണോ? ഇപ്പം അത്ര വലിയ സംഘത്തിനുമായിട്ട് ഒരു പോരാട്ടത്തിന് ഇറങ്ങണോ? റസൂൽ സ്വന്തം നിലക്ക് തീരുമാനിച്ചതാണോ? അല്ല, അള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ തീരുമാനിച്ചതാണ്. അതിന് സന്നദ്ധരാകാൻ വേണ്ടി അവരോട് കൂടിയാലോചന നടത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ അതൃപ്തി കാണിച്ചുകൊണ്ട് നിന്ന ആളുകൾ അവർ തർക്കിക്കുകയാണ് റസൂലിനോട്. ബഅദമാ തബയ്യന, അവൻ കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് ശേഷം. കഅന്നമ, ഏതുപോലെയാണ്? യുസാഖൂന ഇലൽ മൗത്ത്, മരണത്തിലേക്ക് അങ്ങനെ തെളിക്കപ്പെടുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. കാരണം അത്രയും അൺപ്രിപ്പയർഡാണ്, ഒരുക്കങ്ങളൊന്നും ഇല്ലല്ലോ. മുഹാജിറുകൾ ട്രെയിൻഡല്ല, അൻസാറുകൾ അതിന് ഒരുക്കിയിട്ടില്ല, ആയുധങ്ങൾ കുറവാണ്, കുറഞ്ഞ ഒട്ടകങ്ങളേ ഉള്ളൂ, 1-2 കുതിരകളേ ഉള്ളൂ, കുറഞ്ഞ ഒട്ടകങ്ങളേ ഉള്ളൂ. ഈ 100-300 ചില്ലാന ആളുകൾക്ക് സഞ്ചരിക്കാൻ ഊഴം വെച്ചിട്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്. 3-4 പേര് ഒരേ സമയത്ത് ഒട്ടകപ്പുറത്ത് കയറിയിട്ടൊക്കെയാണ് വരേണ്ടി വരുന്നത്. എന്ത് കോപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇത്രയും വലിയ സൈന്യം വരുമ്പോൾ അവരെ പോയി നേരിടാൻ എന്ന വിധത്തിലാണ് അവർ തർക്കിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ അള്ള കണ്ടത്, അള്ള റസൂലിനെ കാണിച്ചു കൊടുത്തത് അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവർ നിന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കുക. ഏതുപോലെ? കഅന്നമാ യുസാഖൂന ഇലൽ മൗത്ത്, മരണത്തിലേക്ക് അവരിങ്ങനെ തെളിക്കപ്പെട്ടു പോവുകയാണ് എന്ന വിധത്തിലാണ് അവരുടെ പെരുമാറ്റം. വഹും യൻദുറൂൻ, അവർ നോക്കി നിൽക്കേ, കണ്ണ് തുറന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കേ, മരണത്തിലേക്ക് എങ്ങനെ അവരെ തെളിച്ചു കൊണ്ടുപോവുകയാണ് എന്ന തോന്നലാണ്. ആ വിധത്തിലാണ് അവർ പ്രതികരിക്കുന്നത്. വൈദിയായതുക്കുമുല്ലാഹു, എന്നിട്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹു നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്ന ആ കാര്യം നിങ്ങൾ ഓർക്കുക. ഇഹ്ദ ത്വായിഫത്തൈനി, 2 കൂട്ടർ നിങ്ങൾക്കുള്ളതാണ്. അന്നഹാലക്കും, 2 സംഘങ്ങളിൽ 1 നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് പോയിട്ട് കൈകാര്യം ചെയ്യാനുള്ളതാണ്. ആര്? 2 കൂട്ടർ. ഒന്ന് കച്ചവട സംഘം, മറ്റത്
മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഖുറൈശി സൈന്യം, രണ്ടിലൊരു കൂട്ടരെ നിങ്ങൾ നേരിടാനുള്ളതാണ് എന്ന് നിങ്ങളോട് അള്ളാഹു വാഗ്ദാനം ചെയ്ത് പറഞ്ഞ ആ സന്ദർഭം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗക്കത്തി തകൂനു ലക്കും. നിങ്ങളൊക്കെ ആഗ്രഹിച്ചത് അന്നേരം എന്താ? ആ വലിയ ഉശിരും ശക്തിയൊന്നും ഇല്ലാത്തൊരു സംഘം ഉണ്ടല്ലോ, അവരായാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. നേരിടേണ്ടി വരുന്നത് മക്കയിൽ നിന്ന് വരുന്ന ആ വലിയ സൈന്യത്തെ അല്ല, മറിച്ച് 10-40 പേരുടെ മാത്രം സംരക്ഷണമുള്ള ആ കച്ചവട സംഘത്തെ, ദുർബലമായ ആ സംഘത്തെ ആയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തു. തവദ്ദൂന, നിങ്ങൾ ആഗ്രഹിച്ചു, അന്ന ഗൈറ ദാത്തി ശൗക്കത്തി, ഈ വീര്യവും ശക്തിയൊന്നും അധികമില്ലാത്ത ആ കൂട്ടർ, ആ സംഘം, തകൂനു ലക്കും, അതാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്, നേരിടേണ്ടി വരിക എന്ന വിധത്തിലാണ് അവർ ആഗ്രഹിച്ചത്. യുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ. ഇവരൊക്കെ ആഗ്രഹിച്ചത് ഈ കച്ചവട സംഘത്തെ നേരിട്ടാൽ മതി, അത് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള നിലക്കാണ്. പക്ഷെ അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താ? വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ. ആ കച്ചവട സംഘത്തെയോ ശത്രുക്കളെയോ നേരിടുക എന്നുള്ളതല്ല, അതിനു പകരം ഹക്കിനെ ഹക്കായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് അള്ളാഹ് ഉദ്ദേശിച്ചത്. അതിനെന്താണോ വേണ്ടത് അതാണ് വേണ്ടത്. ഹക്ക് എന്താണ്? അള്ളാന്റെ ദീൻ. അത് ഹക്കായിട്ട് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണമെങ്കിൽ ആരെയാണ് നേരിടേണ്ടി വരിക? കച്ചവട സംഘത്തെയാണോ ഖുറൈശി സൈന്യത്തെയാണോ? ഏതാ വേണ്ടത്? അതാണ് വേണ്ടത്. ഇതാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ ബികലിമാതിഹി. അവന്റെ വചനങ്ങൾ കൊണ്ട് ഹക്കിനെ ഹക്കായിട്ട് ഭൂമിയിൽ സ്ഥാപിക്കാനാണ്, അത് കാണിക്കാനാണ്, അത് പുലർത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വയഖ്തഅ ദാബിറൽ കാഫിറീൻ. മാത്രമല്ല സത്യനിഷേധികളുടെ മുരട് മുറിച്ച് കളയാനുമാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. കച്ചവട സംഘത്തെ നേരിട്ടാൽ കുഫാറുകളുടെ മുരട് മുറിക്കപ്പെടുമോ? അത് അബൂ സുഫിയാനും സംഘത്തിന് കുറച്ച് പണം പോയി എന്നേ വരുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും വരില്ല. ആ സമയത്ത് മക്കയിൽ നിന്ന് വരുന്ന സൈന്യത്തിനെ ചേർത്ത് തോൽപ്പിച്ചു കഴിഞ്ഞാലോ അത് കുഫാറുകളുടെ മുരട് മുറിച്ച പോലെ. ദുബുർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പിൻഭാഗം, വാലുള്ള ഭാഗമൊക്കെയാണ് ഉദ്ദേശിക്കാറുള്ളത്, മൃഗങ്ങളുടെയൊക്കെ പിൻഭാഗമൊക്കെയാണ്. അപ്പം ഈ മുരട് എന്ന് പറഞ്ഞാൽ അവരുടെ വേരറുത്ത് കളഞ്ഞ ഒരവസ്ഥ ഉണ്ടാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ലിയുഹിഖൽ ഹഖ, ഹക്കിനെ, സത്യത്തിനെ ഹക്കായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി. വയുബ്തിലൽ ബാത്തില, അസത്യത്തിനെ അസത്യമായിട്ട് തെളിയിക്കാൻ വേണ്ടി. സത്യം സത്യമായിട്ടും അസത്യം അസത്യമായിട്ടും പുലരണം. വലൗ കരിഹൽ മുജ്രിമൂൻ. കുറ്റവാളികളുടെ മനസ്സിൽ അതിനോട് വെറുപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കുറ്റകരമായ ഒരു മനസ്സ് കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആ നിലപാടുള്ള ആളുകൾക്ക് അതിനോട് വെറുപ്പുണ്ടെങ്കിൽ പോലും, കുറ്റവാളികൾക്ക്, അക്രമികൾക്ക്, ലാലിമുകൾക്ക് അത് ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണെങ്കിൽ പോലും ഹക്ക് സ്ഥാപിക്കാനും ബാത്തില് തകർത്ത് കളയാനും കുഫാറുകളുടെ മുരട് മുറിച്ച് കളയാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് അള്ളാഹു ലക്ഷ്യമിടുന്നത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ ആ സന്ദർഭം ഉണ്ടല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബദറിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ തലേന്ന് രാത്രി സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൂതൻ പ്രാർത്ഥന നടത്തിയപ്പോൾ സത്യവിശ്വാസികൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ സഹായത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ ഗൈസിനു വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ സന്ദർഭം, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ ഓരോരുത്തരും തന്നെ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയപ്പോൾ ഫസ്തജാബ ലക്കും, അവൻ നിങ്ങൾക്ക് മറുപടി തന്നു, ഉത്തരം തന്നു. എന്താണ് തന്നത്? അന്നീ മുമിദ്ദുക്കും, നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കും. ബി അൽഫിം മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ തുടരെ അയക്കപ്പെടുന്ന 1000 മാലാകമാരെ കൊണ്ട്, 1000 മലക്കുകളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഞാനിങ്ങനെ അയച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അള്ളാഹുവാണ് പറയുന്നത്. നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് സഹായം തേടി അല്ലേ? അപ്പോൾ എന്താണ് അള്ളാഹ് മറുപടി തന്നത്? ഫസ്തജാബ ലക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് മറുപടി തന്നു. അന്നീ മുമിദ്ദുക്കും, നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ സഹായിയായിട്ട് ഞാൻ ഉണ്ടാകും. എന്തുമായിട്ടാണ് സഹായിക്കുക? ബി അൽഫിം മിനൽ മലായികത്തി, മലക്കുകളിൽപ്പെട്ട 1000 എണ്ണത്തിന്. ശത്രുക്കൾ 1000 ഉള്ളൂ. മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് 300-ലധികം ആളുകളുണ്ട്. കൂടാതെ മുസ്ലിം പക്ഷത്ത്
1000 ആളുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് റദീഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ യാത്ര ചെയ്യുമ്പോൾ പുറകിലിരിക്കുന്ന ആൾക്കാണ് റദീഫ് എന്ന് പറയുന്നത്. ഇവിടെ പുറകിലായിട്ട് ഇങ്ങനെ വരുന്ന, പുറകിലെങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ, സൈനികരെ കാണിച്ചു കൊടുത്തുകൊണ്ട് എന്താ ഉണ്ടായത്? ശത്രുപക്ഷത്തുള്ള ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ സംഘം, മുസ്ലിങ്ങൾക്ക് 200-300 പേരെ കാണുള്ളൂ. പക്ഷെ ശത്രുപക്ഷത്തുള്ളവരിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ പുറകിലിങ്ങനെ ഓരോരുത്തർ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഇവരോടൊപ്പം വന്നിട്ട് ഇങ്ങനെ ആ സംഘം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് കാണുന്നത്. ഒറ്റയടിക്ക് 1000 ആളെങ്കിൽ ആ ഇമ്പ്രഷൻ ഉണ്ടാവില്ല. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ആ സൈന്യം പെരുകി വരുന്നതാണ് ശത്രുപക്ഷത്തുള്ളവർ കാണുന്നത്. ഈ മലക്കുകൾ അവരുടെ സാന്നിധ്യം അവിടെ ബദർ യുദ്ധക്കളത്തിൽ അള്ളാഹു നൽകുകയുണ്ടായി. ശത്രുക്കളുടെ മനസ്സിൽ അതിഭീകരമായ ഒരു ഭീതി ജനിപ്പിക്കാൻ അതുകൊണ്ട് സാധിച്ചു. മുസ്ലിം പക്ഷം വളരെ ശക്തമാണ്, വലിയ സൈന്യമാണ് എന്ന് തോന്നിപ്പിക്കാൻ അത് വലിയ വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു വാഗ്ദാനം ചെയ്തത് അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ഒന്നിനു പുറകെ ഒന്നായിട്ട് തുടരെ ഇങ്ങനെ അയച്ചുകൊണ്ട് 1000 മലക്കുകളെ നൽകിക്കൊണ്ട് നാം നിങ്ങളെ ശക്തിപ്പെടുത്തും, പിൻബലമേകും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു. അത് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴും നിങ്ങൾ സഹായം തേടിയപ്പോഴാണ്. അപ്പോൾ അള്ളാഹുവും റസൂലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു പുനരാലോചന പാടില്ല. അതുവരെ അഭിപ്രായമൊക്കെ പറയാം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലൊരു ആശങ്കയോ വിഷമമൊന്നുമല്ല വേണ്ടത്. മറിച്ച് ഇത് ഡിറ്റർമിൻഡ് ആണ്, ഇത് നമ്മളെടുത്ത തീരുമാനമാണ്. ഈ തീരുമാനം നടപ്പിലാക്കാൻ അള്ളാഹുവിൻ്റെ സഹായമാണ് ഞങ്ങൾക്ക് ഇനി വേണ്ടത് എന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ നേരെ കൈനീട്ടുക. അപ്പോഴെന്ത് വരും? അള്ളാഹുവിൻ്റെ സഹായം വരും. അത് എത്ര ചെറിയ സംഘമാണെങ്കിലും വരും. മാത്രമല്ല, ഏത് പോരാട്ടത്തെയും വിജയമാക്കുന്നത് ദൈവിക സഹായം കൊണ്ടാണ്. എത്ര വലിയ സൈന്യമാണെങ്കിലും അവരെ ദുർബലപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. അവർക്കിടയിൽ പാളയത്തിൽ പടയുണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ മതി. വലിയ കരുത്ത് എന്ന് പറയുന്നത് ആൾബലാണെന്നൊക്കെ നമ്മളെ തെറ്റിദ്ധാരണ. അത് മനസ്സിൻ്റെ ഈമാൻ്റെ ശക്തിയാണ് കരുത്ത്. ആൾബലൊക്കെ പിന്നെ വരുന്നതാണ്. ആൾബലം നമ്മൾ അള്ളാഹുവായിട്ടുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത അനുസരിച്ച് ശത്രുക്കൾക്ക് തോന്നിപ്പിക്കപ്പെട്ടാൽ മതിയല്ലോ. പ്രതിയോഗികളുടെ സംഘം അതിഭീകരമായൊരു സൈന്യമാണ് എന്ന് തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ മുട്ടുവറക്കും, മൂത്രമൊഴിക്കും. അതല്ല അവർ ചെയ്യുക. അവർ പതറിപ്പോകും. ഇതൊക്കെ എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഈമാനാണ് ഏറ്റവും വലിയ കരുത്ത്. ആ ദൈവികമായ സഹായമാണ് ഒരു യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ അടിത്തറ എന്നുകൂടി അള്ളാഹുവിടെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ അയക്കുന്ന മലക്കുകളെ കൊണ്ട്, 1000 മലക്കുകളെ കൊണ്ട് നാം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ആ സംഭവം നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റ, ഇത് അള്ളാഹു ഒരു സന്തോഷ വൃത്താന്തമായിട്ട് മാത്രമാണ് ചെയ്തത്. വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും, അതുവഴി നിങ്ങളുടെ ഹൃദയങ്ങളെ തുമഅനീനത്ത് അനുഭവിപ്പിക്കാനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തത, ഒരു സഖീനത്ത്, ഒരു തുമഅനീനത്ത് നിങ്ങളുടെ ഹൃദയങ്ങൾ അനുഭവിപ്പിക്കണം. അങ്ങനെ ഉണ്ടായാലും എന്താ ഗുണം? നമ്മൾ ഇപ്പം അള്ളാൻ്റെ പിൻബലമുള്ള ആളുകളാണ്, പിന്തുണയുള്ള ആളുകളാണെന്നുള്ള ഒരു സന്തോഷം മനസ്സിനുണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ 10 മടങ്ങ് നമുക്ക് കരുത്ത് കാണിക്കാൻ സാധിക്കും. നമുക്ക് അതിശക്തമായ രീതിയിൽ ശത്രുക്കളെ നേരിടാൻ സാധിക്കും. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ അതുണ്ടാകാൻ വേണ്ടിയാണ് ഈ സന്തോഷ വാർത്ത അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയത്. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റ, ഇതൊരു സന്തോഷ വാർത്തയായിട്ട് മാത്രമാണ് അള്ളാഹു അവർക്ക് നൽകിയത്. വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ അതുവഴി ശാന്തത അനുഭവിപ്പിക്കുവാനുമാണ് അവനത് ചെയ്തത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സഹായം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള മാത്രമാണ്, വേറെയൊന്നുമല്ല സഹായം. സഹായം ഒന്നേ ഒന്നുള്ളൂ, അതെന്താ? അള്ളാഹുവിൽ നിന്നുള്ള മാത്രമാണ്. അത് അവൻ പലരിലൂടെയും പല രൂപത്തിലും നമുക്ക് ആ സഹായം നൽകിക്കൊണ്ടിരിക്കും. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, നിശ്ചയമായിട്ടും അള്ളാഹു അതിശക്തനാണ്, അങ്ങേയറ്റത്തെ യുക്തിയുള്ളവനാണ്. അസീസ് എന്ന് പറഞ്ഞാൽ വലിയ പ്രതാപവും കരുത്തും ശക്തിയും അജയ്യതയും ഒക്കെ ഉള്ളവനാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ വലിയ ഹിക്മത്ത്, വലിയ തന്ത്രം ഉള്ളവനാണ്. ഇപ്പോൾ ഇതൊരവസരമായി കണ്ടുകൊണ്ട് മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സംഘത്തിൻ്റെയും
അടിത്തറ ഇളക്കി കളയണം എന്ന് കരുതിയിട്ട് വലിയ തന്ത്രം മെനഞ്ഞിട്ടാണ് മക്കയിൽ നിന്ന് ആര് വരുന്നത്? ഖുറൈശികളുടെ സൈന്യം എത്തുന്നത്. അതിനെ അള്ളാഹു ചെറിയ ഇടപെടലുകളിലൂടെയാണ് മറിച്ചിടുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അവൻ അതിന് പല ഏജൻസീസിനെയും ഉപയോഗപ്പെടുത്തും. നമ്മളെ സഹായിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ അവന് ഒരുപാട് വഴികളുണ്ടാവും. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് സുപ്രധാനമായ കാര്യങ്ങളിൽ അള്ളാഹു നമ്മുടെ ശ്രദ്ധ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഒന്ന് യുദ്ധത്തിൽ ഇതൊരു ഏറ്റുമുട്ടലിൻ്റെ, ശത്രു സൈന്യത്തെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്ന ഒരു നടപടിയായിരുന്നു. അത് അള്ളാൻ്റെ തീരുമാനമാണ് എന്ന വിധത്തിലാണിത് ഒന്നാമത് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കച്ചവട സംഘത്തെ നേരിടാൻ വേണ്ടി അല്ല പോയത്, മറിച്ച് അള്ളാൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മുഹാജിറുകളും അൻസാറുകളും ഒക്കെ ആയിട്ട് കൂടിയാലോചന നടത്തിയതിന് ശേഷം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനത്തിലൂടെ നടപ്പിലാക്കുന്നത് മക്കയിൽ നിന്ന് പുറപ്പെട്ട സൈന്യത്തെ തന്നെ നേരിടുക. അവരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നുണ്ടാകാൻ പോകുന്നത് മദീനയിൽ, അറേബ്യയിൽ, ജസീറത്തുൽ അറബിൽ ഒന്നാകെയായി മുസ്ലിം സമൂഹത്തിന് ഒരു സ്ഥിരപ്രതിഷ്ഠ നേടാൻ സാധിക്കും. അവർക്ക് ആ മണ്ണിൽ കാലുറച്ച് നിൽക്കാൻ കഴിയും. അവരുടെ നാട്, അവിടെ ആരും അവരെ പുറത്താക്കാൻ വേണ്ടി ധൈര്യം കാണിച്ചു വരില്ല. അവർക്ക് തല ഉയർത്തി നിൽക്കാനും അതുപോലെ ഒരു വലിയ നാഗരികത പരിലസിക്കുന്ന ഒരു സമൂഹമായിട്ട്, ഒരു രാഷ്ട്രീയ സാമൂഹ്യ വ്യവഹാരങ്ങളിലൊക്കെ വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന, എക്കാലത്തെയും ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മാതൃകയാക്കാവുന്ന ഒരു സമൂഹമായിട്ട് അവിടെ തല ഉയർന്ന് വളർന്നു വരാൻ സാധിക്കും. ഈ ശത്രുക്കൾ അവിടെ അന്ന് ചെറുത്ത് തോൽപ്പിച്ചാൽ. കച്ചവട സംഘത്തിനെ നേരിടാനാണ് പോയിരുന്നെങ്കിൽ കുറച്ച് അഷ്റഫികൾ കിട്ടും, അത്രേ ഉണ്ടാവുള്ളൂ. കുറച്ച് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും കുറച്ച് ചരക്കും വിഭവങ്ങളൊക്കെ കിട്ടും. അതിലപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. അപ്പം അള്ളാഹ് ഉദ്ദേശിച്ചത് അയ്യുഹിഖൽ ഹഖ്ഖ വയുബ്തിലൽ ബാത്തില, സത്യത്തിനെ സത്യമായി സ്ഥാപിക്കാനും അസത്യത്തെ അസത്യമായിട്ട് സ്ഥാപിക്കാനുമാണ്. അതിന് ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹു തീരുമാനിച്ചത്. അതിൽ ഈ തീരുമാനം ഒരു അൺവൈസായ ഡിസിഷൻ ആയിരുന്നില്ല. അള്ളാഹുവിൻ്റെ പിന്തുണയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം എടുത്ത തീരുമാനമാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ശത്രു സൈന്യത്തെ നേരിടാൻ പോയത്. രണ്ടാമത്തെ സംഗതി, യുദ്ധമുതലുകളുടെ പേരിൽ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അള്ളാഹ് ഒറ്റ പ്രഖ്യാപനം, അതെ നിങ്ങളുടെ അല്ല കേട്ടോ, അത് ആരുടേതാണ്? അൽ അൻഫാലു ലില്ലാഹി വർ റസൂൽ, അത് അള്ളാഹുവിനും അവൻ്റെ ദൂതനുള്ളത്. അത് അവർ തീരുമാനിച്ചോളും. നിങ്ങൾ വെറുതെ വേർപ്പൊഴുക്കണ്ട. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് മുത്തഖികളായിട്ട് അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സ് വിജൃംഭിതരാകുന്ന, പ്രകമ്പനം കൊള്ളുന്ന ആളുകളായിട്ട് അള്ളാഹുവിനോട് ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കുന്ന വിധത്തിൽ സ്വലാത്ത് നിർവഹിക്കുന്ന, അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി അള്ളാഹ് തന്ന സ്വത്തും മുതലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള വിധത്തിൽ ചെലവഴിക്കാമെന്ന് ആലോചിക്കുന്ന ആളുകളായി, നല്ല മനുഷ്യന്മാരായിട്ട് നിങ്ങൾ മാറി. അതാണ് വേണ്ടത്. ഈ യുദ്ധമുതലുകളുടെ കാര്യത്തിൽ അത് ആർക്കാവണം എന്നുള്ള അത് അള്ളാഹ് തീരുമാനിക്കും, അവൻ്റെ റസൂൽ മുഖേന. അത് അള്ളാഹ്ക്ക് റസൂലിനുള്ളതാണ്. ഒന്നാമതായിട്ട് നിങ്ങളുടേതല്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചാൽ. ഇതാണ് അള്ളാഹു. ഈ രണ്ട് സംഗതികളാണ് അള്ളാഹുവിൻ്റെ തീരുമാനം വന്ന വിഷയങ്ങൾ. ഇതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് വലിയ അതൃപ്തിയും ഉണ്ടായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ആ അതൃപ്തിയുള്ള വിധത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ട് അള്ളാഹ് ബോധ്യപ്പെടുത്തി കൊടുക്കുക ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ബെസ്റ്റ് തീരുമാനമായിരുന്നു കേട്ടത്. ആ ശത്രുക്കളുടെ സൈന്യത്തെ നേരിടാൻ വേണ്ടി റസൂൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ, നമുക്കൊന്നും അന്നേരം അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷെ പിന്നീടൊന്ന് നോക്കി, മദീനയുടെ ചരിത്രം മാറി, ജസീറത്തുൽ അറബിൻ്റെ ചരിത്രം മാറി, ലോകത്തിൻ്റെ തന്നെ ചരിത്രം മാറി. ആ ഒരൊറ്റ സംഭവം കാരണമായിട്ട്. വേണ്ടിയിരുന്നില്ലേ? പിന്നെ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അതേപോലെ അൻഫാൽ അള്ളാൻ്റെതും റസൂലിൻ്റെതും ആണെന്ന് തീരുമാനിച്ചത്, അതിന് വേർപ്പൊഴുകി എത്ര കഷ്ടപ്പെട്ട ഞങ്ങൾ അവഗണിച്ചില്ല അല്ല എന്ന് തോന്നുന്നവരുണ്ടാവും. പക്ഷേ അത് നിങ്ങൾക്ക് സ്വത്തും മുതലേ തരുള്ളൂ. അള്ളാൻ്റെ ഈ തീരുമാനം ഉണ്ടായാൽ യുദ്ധവിജയം എന്നും നിങ്ങളുടേതാകും. കാരണം എന്താ? നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് സ്വത്തിനോ മുതലിനോ വേണ്ടിയല്ല, അത് പിടിച്ചടക്കാനുമല്ല, ശത്രുവിൻ്റെ സമ്പത്ത് മോഹിച്ചിട്ടുമല്ല. ബാക്കിയാവണത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അതല്ല തീരുമാനിച്ചോളൂ. പഴയ കാലത്ത് യുദ്ധം അങ്ങനെ ആയിരുന്നില്ല.
സ്വത്ത് പിടിച്ചടക്കാനും ശത്രുവിനെ ചെറുത്ത് തോൽപ്പിച്ചിട്ട് അവരുടെ സ്ത്രീകളെ അടിമകളാക്കാനൊക്കെ വേണ്ടിയായിരുന്നു പഴയ കാലത്ത് യുദ്ധം മുതലുകളെ ആർജിക്കാൻ വേണ്ടിയായിരുന്നു യുദ്ധം. പക്ഷെ ഇനി അങ്ങോട്ട് അതല്ല. യുദ്ധം അള്ളാന്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് സമർപ്പിക്കാനുള്ളതാണ്, ഷഹാദത്ത് നേടാനുള്ളതാണ്, വിജയം നേടാനുള്ളതാണ്. സ്വത്തും മുതലൊക്കെ ചില്ലറന്ന് കിട്ടുന്ന ആളെ പോകും. ആ വിധത്തിലുള്ള ഒരു സംഗതി മാത്രമാണ്. അതിൻ്റെ കാര്യത്തിലും പക്ഷെ ഒരു തീരുമാനം ഉണ്ടാകും. ഈ സൂറത്തിൽ തന്നെ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അള്ളാഹ് പിന്നീട് പഠിപ്പിക്കുന്നുമുണ്ട്. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്, കുറച്ച് നീണ്ടുപോയി. സൂറത്തുൽ അൻഫാലിലെ ആദ്യത്തെ 10 ആയത്തുകളാണ് നമ്മളിന്ന് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആഴ്ചകളിലായിട്ട് നമുക്ക് പൂർത്തീകരിക്കാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.